ഹലോ നമസ്കാരം. ന്യൂ യൂട്യൂബേഴ്സ് അറിഞ്ഞിരിക്കേണ്ട കുറച്ചധികം കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കുക, ശ്രദ്ധയോട് കൂടിയിട്ട് ഇത് വീക്ഷിക്കുക എന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് ടൈം പറയാനുള്ളൊരു കാര്യം. അവസാനം വരെ വീഡിയോ കാണും, എങ്കിലേ വല്ല കാര്യം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ടൈം ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. പ്രത്യേകിച്ച് ന്യൂ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇറക്കി വിടുന്നത്. അപ്പം എല്ലാവരും വീഡിയോസിനെ പറ്റിയിട്ട് യൂട്യൂബിനെ പറ്റിയിട്ടൊക്കെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. പക്ഷേ ഒരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു സാധാരണ യൂട്യൂബർ ഉയർന്നു വരുന്നു എന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? നിങ്ങൾക്ക് രക്ഷപ്പെടണ്ടേ? നിങ്ങൾക്ക് ജോലി ചെയ്യുന്നിടത്ത്, അല്ല നിങ്ങൾ കുറേ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നു. ഞാനുൾപ്പെടെ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നു. നമ്മൾ ഒരു മാസം തുച്ഛമായിട്ടുള്ളൊരു ശമ്പളം 15,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ, കൂടിപ്പോയി കഴിഞ്ഞാൽ 30,000 രൂപ. അതൊക്കെ വളരെ കുറവാണ്. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് 10,000 രൂപയ്ക്ക് മുകളിൽ ജോലി കിട്ടുക അല്ലെങ്കിൽ ശമ്പളം കിട്ടുക എന്നുള്ള വലിയൊരു ടാസ്ക്കാണ്. ഇങ്ങനെ കടന്നാൽ മതിയോ? രക്ഷപ്പെടണ്ടേ? നിങ്ങൾക്ക് കാറ് മേടിക്കണ്ടേ? വീട് വെക്കണ്ടേ? ആഗ്രഹങ്ങൾ ഒരുപാടില്ലേ? നിങ്ങൾക്ക് രക്ഷപ്പെടണ്ടേ? നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇനിയും സമയം വൈകിട്ടില്ല. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങുക. നിങ്ങൾ ഫസ്റ്റ് ടൈം നിങ്ങളെ കളിയാക്കാനും, നിങ്ങളിങ്ങനെ ഓൺ വോയിസ് സംസാരിക്കാൻ, നിങ്ങളെ കുറ്റപ്പെടുത്താനും, നിങ്ങൾ കൊള്ളൂല എന്ന് പറയാൻ 100 പേര് നമുക്ക് ചുറ്റും കാണും. 100 അല്ല 150 പേരും കാണും. പ്രത്യേകിച്ച് നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും, നമ്മുടെ കുടുംബക്കാരായിരിക്കും, നമ്മുടെ വീട്ടുകാരായിരിക്കും, നമ്മുടെ കൂടെ പഠിക്കുന്നവരായിരിക്കും. അങ്ങനെ പല ആളുകൾ എന്നെ കൊണ്ടൊന്നും പറ്റില്ലടാ എന്ന് പറയാൻ വേണ്ടിയിട്ട് 100 പേര് കാണും. നിങ്ങളത് ഇതുപോലെ തട്ടിക്കളയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വെറും രോമമാണ് എനിക്ക് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലെടുക്കുക. പിന്നെ നിങ്ങൾക്ക് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു കലാകാരനാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു കലാകാരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു അവസരം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളായിരിക്കും ഉള്ളത്, വ്യത്യസ്തമായിട്ടുള്ള അനുഭവ പാഠങ്ങളായിരിക്കും ഉള്ളത്. അത് ഓരോ രീതിയിൽ നിങ്ങളതിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. നിങ്ങൾ ഫസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവായിരിക്കും. കുറച്ച്, ചിലർക്ക് 10 പേര് കാണും, ചിലർക്ക് 20 പേര് കാണും, ചിലപ്പോൾ ഒന്നും കാണില്ല, 3 പേര് 4 പേരൊക്കെ കാണത്തുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഷോർട്ട് വീഡിയോസ് ഇടുക. ഞാൻ ചെയ്ത് വിജയിച്ച് വന്ന കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തരുന്ന കാര്യം. നിങ്ങൾ ഷോർട്ട് വീഡിയോസ് ഇടുക. കഴിവതും നിങ്ങളുടെ ഓൺ ഫേസിൽ തന്നെ, അല്ല നിങ്ങളുടെ ഫേസ് വെച്ച് തന്നെ നിങ്ങൾ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോസ് കയറ്റി വിടുക. അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടാം, കാണാൻ കൊള്ളാം, സുന്ദരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിചാരിച്ചില്ലെങ്കിലും നമ്മൾ സംസാരിക്കുന്നത് കേട്ടിട്ടായാലും അല്ല എന്തൊരു ഇതാണെങ്കിൽ തന്നെ അവർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ലോങ് വീഡിയോസ് കാണത്തില്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല, ഒന്നും കാണില്ല. പക്ഷെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടി വരും. അതൊരു 1000 വരെ നമ്മൾ എത്തിക്കുക. ഈ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. അറിയാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. 1000 സബ്സ്ക്രൈബേഴ്സ്, 4000 വാച്ച് അവർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മോണിയാവും. പക്ഷേ ആ മോണിറ്റൈസേഷൻ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. റിപ്പീറ്റഡ് വാല്യൂ ഉള്ള, അല്ലെങ്കിൽ റിപ്പീറ്റഡ് കണ്ടൻറ്റ് നമ്മൾ ഇടാതിരിക്കാം. ഇടുന്നതുകൊണ്ട് പ്രശ്നമില്ല, അതിൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പറയുക. ഓക്കെ, 1 2. പിന്നെ നമ്മൾ കോപ്പിറൈറ്റ് വരുന്ന മ്യൂസിക്, അല്ലെന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് വരുന്ന വിഷ്വൽസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് കയറ്റിയിടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ മെയിനായിട്ട് നിങ്ങളോട് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കോൺഫിഡൻസ്. നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വേണം. ഇത്രയും ആൾക്കാരുടെ ഇടയിലോട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടും ഇവരോട് സംസാരിക്കാനും വേണ്ടിയിട്ടുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. മനസ്സിലായോ? കളിയാക്കാൻ 100 പേര് കാണും. അറ്റ്ലീസ്റ്റ് ഒരു ലൈവിൽ പോയിരിക്കണമെങ്കിൽ തന്നെ നമുക്ക് കോൺഫിഡൻസ് വേണം. നമ്മൾ ഒരുപാട് പേരോട് നമ്മൾ സംസാരിക്കുന്നുണ്ട്, ഒരുപാട് വ്യക്തികളോട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന 1-2 പേരായിരിക്കും. 200 പേര് നമുക്കെതിരായിട്ട് വന്ന് നിൽക്കും. അത് നമ്മൾ പുഷ്പം പോലെ കാണും. നമ്മൾ ഇതിനകത്ത് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മുന്നിൽ ഒരുപാട് കടമ്പകൾ നടക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി വെച്ചോളുക. മനസ്സിലായോ? പിന്നെ നിങ്ങളിപ്പം നിങ്ങളുടെ മുഖം കാണിച്ച് തന്നെ സംസാരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ, വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ ആ വര അങ്ങോട്ട് എടുത്തിടുക. അല്ലെന്നുണ്ടെങ്കിൽ വേറെ നല്ല വീഡിയോസ് എടുക്കാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്തിടുക.
നിങ്ങളുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങളാണ് കിടക്കുന്നത് മക്കളെ. അപ്പോൾ നിങ്ങളിത് ചെയ്യുക. പിന്നെ നമ്മൾ ഒരു 50 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ലൈവിലോട്ട് അങ്ങ് കൂടുക. ലൈവിൽ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ പോയിരിക്കാനല്ല, നമുക്ക് സംസാരിക്കാൻ പറ്റണം, ആൾക്കാരോടുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. നമ്മളെ ചീത്ത പറയാനും തെറി പറയാനും നമ്മളെ കുറ്റം പറയാനും 100 പേര് വരും, അത് കാര്യമാക്കണ്ട. നമ്മളോട് സ്നേഹമുള്ള കുറച്ച് പേരുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് കൂടി സംസാരിക്കുക, അവരോട് കൂടി മുന്നോട്ട് പോവുക. പിന്നെ എനിക്ക് ഇന്ന് തന്നെ രക്ഷപ്പെടണം, ഇന്ന് തന്നെ എനിക്ക് രക്ഷപ്പെടണം എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇരിക്കാൻ പാടില്ല. പതുക്കെ മതി. ആ മേഴയുന്ന പോണക്ക് പതുക്കെ 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 ചെന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റണം. ആ ഒരു കോൺഫിഡൻസ് മതി. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമോ, അല്ല നിങ്ങൾ കൂലിപ്പണിക്ക് പോകുമോ? ഇല്ല, പോവാൻ പറ്റരുത്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കഴിവ് കൊണ്ട് നിങ്ങൾക്ക് വളർന്നു വരാൻ സാധിക്കണം. അതാണ് കഴിവ്, മനസ്സിലായോ? എല്ലാവർക്കും BSc എഴുതി ജയിക്കാൻ പറ്റത്തില്ല, എല്ലാവർക്കും സർക്കാർ ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റത്തില്ല, എല്ലാവർക്കും ബിസിനസ്സുകാരനാവാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ ഇത്രയും വലിയൊരു ജയൻറ്റ് പ്ലാറ്റ്ഫോം തുറന്നു കിടക്കും. വൈ നോട്ട്? എന്തുകൊണ്ട് നിങ്ങൾക്ക് വന്നുകൂടാ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക്? അപ്പം ഞാൻ വന്നിട്ട് നിങ്ങളോട് സംസാരിക്കുന്നില്ലേ, അതുപോലെ നിങ്ങളും വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ വന്നു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. നിൽക്കുക. നമ്മളെ കുറ്റപ്പെടുത്താനും നമ്മളെ തെറി പറയാനും ഒക്കെ ഒരുപാട് ആൾക്കാർ വേണം. വിഷമിക്കുക, സങ്കടപ്പെടും, പക്ഷേ പുറമോട്ട് പോകരുത്. നിങ്ങൾ വീഡിയോസ് ചെയ്യുക. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ഒരു ഒറ്റ ഇത് വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാം. അറ്റ്ലീസ്റ്റ് ഒരു എന്നെ പോണക്കൊന്നും ഇത് ആരും വന്ന് പറഞ്ഞു തരുമ്പോൾ എല്ലാവരും കുറേ സെറ്റിങ്ങും കാര്യങ്ങളും പറഞ്ഞ്, സെറ്റിങ്ങൊക്കെ ഞാൻ വഴി പറഞ്ഞുതരാം. നിങ്ങൾ കോൺഫിഡൻസ് ഉണ്ടായിരിക്കുക, നിങ്ങൾ മുന്നോട്ട് കയറി വരിക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനിയും ഈ 2026 നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മക്കളെ നിങ്ങൾ വീഡിയോസ് ചെയ്ത് തുടങ്ങണം. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്തുകൊള്ളുക. ഞാനുണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലോ ഇതിനെപ്പറ്റിയിട്ട് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് വേണേൽ ചോദിക്കാം. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ എല്ലാവരും തുടങ്ങുക, വീഡിയോസ് ചെയ്യുക, മുന്നോട്ട് പോവുക. പിന്നെ മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യം, ഈ 1000 സബ്സ്ക്രൈബേഴ്സ് ഒരു ടാസ്ക്കാണ്. 1000 സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾ ചെയ്യേണ്ട മെയിൻ സംഭവം, നിങ്ങൾ ഷോർട്ട് വീഡിയോസ് കണ്ടിന്യൂസ് ഇടുക. കാല് പിടിച്ചിട്ടാണ് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് ചിലപ്പോൾ വെറുതെ വരുന്നതായിരിക്കും, എങ്കിൽ നമ്മുടെ അക്കൗണ്ട് അങ്ങ് ഇതൊക്കെയാവും, 1000 ആവും. പിന്നെ ബാക്കി നമ്മുടെ കഴിവുകൾ കൊണ്ട് വളർത്തിയെടുത്ത് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ 4000 വാച്ച് അവർ, അത് 365 ദിവസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും നിങ്ങൾ അടിച്ചു പിടിച്ചെടുത്തോണം. പിന്നെ 365 ദിവസം കുറഞ്ഞനുസരിച്ച് നമ്മുടെ ഓരോ കൗണ്ട് ഇങ്ങനെ കുറഞ്ഞ് വാച്ച് അവർ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അതിന് വഴി ഉണ്ടാക്കാതെ എത്രയും വേഗം നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിച്ച് നിങ്ങൾ ചെയ്തുകൊള്ളുക എന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. എനിവേ, എല്ലാവർക്കും ഞാൻ ആശംസകൾ നേരുകയാണ്. നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചെയ്യുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് വരത്തുള്ളൂ, നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? അപ്പം സബ്സ്ക്രൈബ്, നോട്ടിഫിക്കേഷൻ, ലൈക്കൊക്കെ നമുക്കും വേണം. ഞാൻ നിങ്ങളെ പോണക്കുള്ള ഒരാളാണ്, സാധാരണക്കാരാണ്. അപ്പം എന്നെ പോണക്കുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇറക്കിയേക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അവസാനം വരെ കണ്ടു എന്ന് തന്നെ പറയണം. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ടിരിക്കട്ടെ. ഇനിയെങ്കിലും നമുക്ക് രക്ഷപ്പെടണം. ഓക്കെ, ബൈ, സീ യു.